1988 ജൂലൈ 8 കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത്, പെരിനാടി എന്നീ സ്റ്റേഷനുകൾക്കിടയിലുള്ള പെരുമൻ റെയിൽവേ പാലം. സമയം ഏകദേശം ഉച്ചയ്ക്ക് 12:30. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു ഐലൻഡ് എക്സ്പ്രസ്. ട്രെയിൻ ഏകദേശം 80 km/h എന്ന വേഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ട്രെയിൻ വളരെ വേഗത്തിൽ പാലത്തിലേക്ക് പ്രവേശിച്ചു. ആ നിമിഷമാണ് കേരളത്തെ ആകെ ഞെട്ടിച്ച മഹാദുരന്തമായ പെരുമൻ ദുരന്തം അരങ്ങേറിയത്. കൂകിപ്പാഞ്ഞെത്തിയ ഐലൻഡ് എക്സ്പ്രസിൻ്റെ 8 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. ശാന്തമായിരുന്ന അഷ്ടമുടിക്കായൽ ജീവൻ രക്ഷിക്കാനുള്ള നിലവിളി ശബ്ദങ്ങളാൽ മുഖരിതമായി. കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തത്തിനാണ് അന്ന് അഷ്ടമുടിക്കായൽ സാക്ഷിയായത്. കേരളം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തത്തിൽ 105 പേർ മരിക്കുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഒരു പരിധിവരെ കുറേയേറെ ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചത്. പെരുമൻ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണം ഇന്നും അവ്യക്തമാണ്. അന്ന് എന്താണ് ഐലൻഡ് എക്സ്പ്രസിന് സംഭവിച്ചത്? എഞ്ചിൻ പെരുമൻ പാലം പിന്നിട്ട് നിമിഷങ്ങൾക്കകം 8 ബോഗികൾ അഷ്ടമുടിക്കായലിലേക്ക് പതിക്കുകയായിരുന്നു. അപകടം നടന്നത് ചുഴലിക്കാറ്റ് മൂലമാണെന്നാണ് ഔദ്യോഗിക അന്വേഷണ സംഘം അവകാശപ്പെട്ടത്. യഥാർത്ഥ ദുരന്ത കാരണം ഇന്നും അജ്ഞാതമാണ്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്ന് ബാംഗ്ലൂരിലെ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി കുറ്റം ചുഴലിക്കാറ്റിൽ ആരോപിക്കുകയായിരുന്നു. ദുരന്തം നടന്ന ദിവസം പാലത്തിന് സമീപത്തും റെയിൽവേയുടെ ജോലികൾ നടക്കുകയായിരുന്നു. എഞ്ചിൻ പാളം തെറ്റിയ ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബോഗികൾ കൂട്ടിയിടിച്ച് അഷ്ടമുടിക്കായലിലേക്ക് വീഴുകയാണ് ഉണ്ടായത് എന്ന് റെയിൽവേ അധികൃതർ ഒഴികെ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു. ട്രെയിൻ അമിത വേഗത്തിലായിരുന്നു എന്നും പരിചയക്കുറവുള്ള ലോക്കോ പൈലറ്റാണ് ട്രെയിൻ ഓടിച്ചത് എന്നും പലരും ചർച്ച ചെയ്തിരുന്നു. അന്നൊരു ചെറിയ ചാറ്റൽ മഴയും നേരിയ കാറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെയും പല അന്വേഷണങ്ങളും നടന്നു. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനായ CS നായിക് നടത്തിയ അന്വേഷണത്തിലും ചുഴലിക്കാറ്റിൻ്റെ കാര്യം അടിവരയിട്ടതോടെ ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങളെല്ലാം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ദുരന്ത ദിനത്തിൽ കോരിച്ചൊരിയുന്ന മഴയിൽ പതിവിലും നേരത്തെയാണ് ഐലൻഡ് എക്സ്പ്രസ് എത്തിയത്. സംഭവ ദിവസം രാവിലെ തന്നെ പെരുമൺ പാലത്തിന് സമീപം വളവുകളിൽ ട്രെയിൻ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാളം തെറ്റാതിരിക്കാനുള്ള പണികൾ നടന്നിരുന്നു. ജാക്കി വെച്ച് പാളം ഉയർത്തിയ ശേഷം മെറ്റലിടുന്ന പണിയായിരുന്നു നടന്നിരുന്നത്. ഈ സമയം ട്രെയിനുകൾ വന്നാൽ ജീവനക്കാരൻ മുട്ടിന് താഴെ കൊടി കാണിക്കുകയും ഇതനുസരിച്ച് എഞ്ചിൻ ഡ്രൈവർ ട്രെയിനിൻ്റെ വേഗത 10 km താഴെയായി കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് നിയമം. എന്നാൽ അപകട സമയം ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ അടുത്ത കടയിൽ പോയിരുന്നതായാണ് അറിയുന്നത്. ഐലൻഡ് എക്സ്പ്രസ് 80 km വേഗത്തിലായിരുന്നു. ട്രെയിനിലെ ഓട്ടോമാറ്റിക് സ്പീഡിംഗ് മീറ്ററിൽ ഇത് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ട്രെയിൻ പാളം തെറ്റി ഉന്നതിൻ്റെ അടയാളങ്ങൾ അന്നത്തെ തടി സ്ലീപ്പറിൽ ഉണ്ടായിരുന്നു. മാപ്പിള കലാസികൾ ഉള്ളതുകൊണ്ടാണ് കായലിൽ വീണ ബോഗികൾ എടുക്കാൻ കഴിഞ്ഞത്. അപകടത്തിന് ശേഷം റെയിൽവേ പെരുമണിൽ ഒരു പുതിയ പാലം നിർമ്മിച്ചു. ദുരന്തം നടന്ന് 5 വർഷത്തിന് ശേഷമാണ് പാതിരട്ടിക്കലിൻ്റെ ഭാഗമായി ഇവിടെ പുതിയ പാലം വന്നത്. എറണാകുളത്തെ സ്വകാര്യ കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല. ഇവിടെ ഒരു ദുരന്ത സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ട്. ദുരന്തം നടന്ന സ്ഥലത്ത് റെയിൽവേ നിർമ്മിച്ച സ്മൃതി മണ്ഡപം വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച നടപടികൾ സർക്കാർ ഉപേക്ഷിച്ച നിലയിലാണ്. പെരുമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ 1990 നിർമ്മിച്ച പെരുമൺ ദുരന്ത റിലീഫ് കേന്ദ്രം 21 വർഷമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. സ്വന്തം ജീവൻ അവഗണിച്ച് 40ഓളം പേരെ മരണവക്കിൽ നിന്നും രക്ഷിച്ച് രോഗിയായി മാറിയ കൊടുവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർക്ക് അന്നത്തെ റെയിൽവേ മന്ത്രി മാധവറാവു സിന്ധ്യ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇനിയും പൂർണ്ണമായും നടത്തിയിട്ടില്ല. പെരുമൺ ദുരന്തം നടന്നിട്ട് 37 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇനിയും എന്താണ് യഥാർത്ഥ കാരണമെന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. ആരുടെ ഭാഗത്തെ അനാസ്ഥയാണ് പെരുമൺ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണമെന്ന് ഇനിയും കണ്ടെത്തിയിട്ടിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.